ഇന്നത്തെ സ്പെഷ്യൽ രാജ്മ കറി. വായ്. അപ്പോൾ അതിനു വേണ്ടി 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ അതേപോലെ മസാല ഐറ്റംസ് ഗരം മസാല വേണം, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അതേപോലെ കറിക്ക് ആവശ്യമായിട്ടുള്ള ലീഫ്, ഗ്രാമ്പു, ജീരകം, കറുകപ്പട്ട, ഏലക്കായ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഉള്ളിയും മറ്റ് ഐറ്റംസൊക്കെ കൂടിയിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തക്കാളിയും സ്മാഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. രാജ്മ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുറേ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ നല്ല റേറ്റാണ്. അപ്പം ഒരു ദിവസം നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നതാണ്. സംഗതി പാളിപ്പോകുമെന്ന് അറിയില്ല, പാളിപ്പോയില്ല എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനേ വേറെ ഓരോ ഐറ്റംസും വേണ്ട, രാജ്മ കറി മാത്രം മതി. റെഡ് കിഡ്നി ബീൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാൻ എടുത്ത് എണ്ണ ചൂടായതിന് ശേഷം പെരിഞ്ജീരകം 1 സ്പൂണ് നൈസായിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കളർ മാറുമ്പോൾ നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ലീഫ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റുകൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലതാക്കുക. ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റില്ലേ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചതെന്നല്ല, ഇങ്ങനെ ഉണ്ടാക്കിയാണ്ട് പഠിക്കുക തന്നെ. ഇത് ഫസ്റ്റ് ടൈമായിട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത്. ഞാൻ നെറ്റിലൊരു വീഡിയോ കണ്ടു ഒരാൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ സംഗതി ഇതായി. പിന്നെ അതിന് ശേഷം ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികളുടെ അളവില്ലേ അത് കറക്റ്റ് ആയിരിക്കണേ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ആ അളവിൽ തന്നെ എടുത്തിട്ട് ഇട്ടാൽ മതി, നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ റെഡ് ബീൻസ് ഞാൻ രാത്രി തന്നെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല സെറ്റായതിനു ശേഷം കുക്കറിലിട്ടിട്ട് ഒരു 4 വിസിൽ അടിച്ചു. അത് നിങ്ങളുടെ കുക്കറിന് എങ്ങനെയാണോ വേവിൻ്റെ കണക്ക് അതിനനുസരിച്ച് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല വെന്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കറിയിലേക്കാണ്ട് ഇട്ട് കൊടുക്കുക. കടുകുറ സാധനം സെറ്റായി വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പും എരിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് പാകത്തിനാണോ എന്ന് നോക്കി നോക്കാം. അതിനുശേഷം നമ്മുടെ സ്വന്തം ഇല, മല്ലിയിലയാണ്, മല്ലിയില നൈസായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് വരും. സംഗതി നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഞാൻ നേരെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നൈസായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെയും ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, അടിപൊളിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.